നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം ബാലയും കോകിലയും ഒക്കെയായിരുന്നു. ഇതിനിടയിൽ ഭാര്യയ്ക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ചാനലും ബാല തുടങ്ങി. കുക്കിംഗ് ആയിരുന്നു മെയിനെങ്കിലും ഇവരുടെ പ്രണയവും പരസ്പരമുള്ള സുന്ദര നിമിഷങ്ങളുമെല്ലാം വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഫേസ്ബുക്കിലും യൂട്യൂബിലൂടെയും എല്ലാം വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ബാല. ഭാര്യ കോകിലയും ബാലയ്ക്കൊപ്പമായി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. എലിസബത്തുമായി വേർപിരിഞ്ഞതിന് ശേഷമായിരുന്നു കോകിലയെ ജീവിത സഖിയാക്കിയത്. വിവാഹശേഷമായി വീട് മാറിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു. ഇതുവരെയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇനിയുള്ള ജീവിതത്തിൽ അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതമാണ് ഇപ്പോഴത്തേതെന്നും ബാല പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നടൻ ബാല തന്റെ 43ാം പിറന്നാൾ ആഘോഷിച്ചിരുന്നു. ഒരു മാസമായി സോഷ്യൽ മീഡിയയിലോ ലൈം ലൈറ്റിലോ നടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലയെക്കുറിച്ചും കോകിലയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നിരുന്നു. ബാല കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി എന്നും ചെന്നൈയിൽ സെറ്റിൽഡായി എന്നുവരെയും വാദങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെയാണ് താൻ എവിടെയും പോയിട്ടില്ല എന്ന് പറയാതെ പറയുന്നത് പോലെ 43ാം പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയുമായി ബാല എത്തിയത്. കൊച്ചിയിലെ വീട്ടിൽ നടന്ന ആഘോഷത്തിൽ നടനെ ഏറെ പ്രിയപ്പെട്ട കുറച്ചുപേർ മാത്രമാണ് പങ്കെടുത്തത്. അവരാരും താൻ ക്ഷണിച്ചിട്ട് വന്നതല്ലെന്നും തന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഓടി വന്നവരാണെന്നും ബാല പറഞ്ഞു. ഭാര്യ കോകിലയാണ് ഗംഭീരമായ പിറന്നാൾ ആഘോഷം ബാലയ്ക്ക് വേണ്ടി ഒരുക്കിയത്. നടന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചില സമ്മാനങ്ങളും കോകില നൽകിയിരുന്നു. അതിൽ ബാലയ്ക്കേറെ പ്രിയപ്പെട്ടത് നായകളുടെ ഇടയിൽ ഏറ്റവും ജനപ്രിയമായ ബ്രീഡായ പൂഡിലിൽപ്പെടുന്ന ഒരു കുട്ടി നായയാണ്. കുടുംബത്തിലേക്ക് വന്ന പുതിയ ജീവൻ എന്നാണ് കോകിലയുടെ പുതിയ സമ്മാനത്തെ ബാല വിശേഷിപ്പിച്ചത്. അതേസമയം 1ാം വിവാഹ വാർഷികത്തിൽ ആരാധകർക്ക് നന്ദി അറിയിച്ചും കടന്നുപോയ കഷ്ടതകളെക്കുറിച്ച് ബാലയും ഭാര്യ കോകിലയും സംസാരിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. വിവാഹ ജീവിതത്തിലെ ആദ്യ വർഷത്തിൽ തങ്ങൾ കടന്നുപോയത് മറ്റ് ദമ്പതികൾക്കൊന്നും ഉണ്ടാകാത്ത സാഹചര്യങ്ങളിലൂടെയാണെന്നും എന്നാൽ ഈ കാലയളവിൽ പരസ്പരം വിട്ടുകൊടുക്കാതെ ഒന്നിച്ചു നിന്നുവെന്നും ബാല വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികമാണെന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഒരു ദമ്പതിമാരും കടന്നു പോകാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു വർഷം ഞങ്ങൾ കടന്നുപോയത്. പോസിറ്റീവായുള്ള കാര്യം കൂടി പറയാം. കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഹണിമൂണിനും പോകും. ഈ ഒരു കൊല്ലത്തിൽ കേസും കോർട്ടും പോലീസ് സ്റ്റേഷനും ഒക്കെയായി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ഇതിലൂടെ പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ എത്ര കഷ്ടം വന്നാലും ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ഒരു നിമിഷം പോലും ഞങ്ങൾ ഇരുവരും വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നത്. കഴിഞ്ഞ ഒക്ടോബർ 23 വരെ ഞങ്ങൾ ജീവിച്ചത് 100 കൊല്ലം ഒന്നിച്ച് ജീവിച്ചതുപോലെയാണ്. എത്ര കഷ്ടപ്പാട് വന്നാലും ബാലയും കോകിലയും നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം ഒരു വർഷം തികയുമ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് സ്നേഹമെന്നാണ് ബാല അന്ന് പറഞ്ഞത്. 2024 ഒക്ടോബർ 23 ബാലയും കോകിലയും വിവാഹിതരായത്. എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ബാലയുടെ മാതൃ സഹോദരന്റെ മകളാണ് തമിഴ്നാട് സ്വദേശിനിയായ കോകില. മുൻപ് നടന്ന 2 വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞതിന് ശേഷമാണ് ബാല കോകിലയെ ജീവിത സഖിയാക്കിയത്. ചെറുപ്പം മുതലേ ബാലയെ അറിയാമെന്നും താരം ഒറ്റപ്പെട്ട സമയങ്ങളിൽ താനാണ് താങ്ങും തണലുമായി നിന്നതെന്നും കോകില വെളിപ്പെടുത്തിയിരുന്നു. കോകിലയുടെ സ്നേഹം തിരിച്ചറിയാൻ താൻ വൈകിയെന്നും അവരുടെ ഡയറി വായിച്ചപ്പോഴാണ് ആ ഇഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കിയതെന്നും ബാല പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വിവാഹശേഷം ഇരുവരും സന്തോഷകരമായ ദാമ്പത്യം നയിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലും പൊതുരംഗത്തും പലപ്പോഴും ഇവർക്ക് വിവാദങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബാലയുടെ മുൻ ദാമ്പത്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും തലക്കെട്ടുകളിൽ ഇടം നേടിയിരുന്നു. ഉടനെ സിനിമയിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സിനിമയെക്കുറിച്ചോ പുതിയ വിശേഷങ്ങളെക്കുറിച്ചോ ഒന്നും ബാല ഒന്നും പറഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് നിങ്ങൾക്ക് കുഞ്ഞു പിറന്നില്ലേ, കോകിലെ ഗർഭിണിയായി പല വീഡിയോസിലും കണ്ടു, അതൊരു അഭിനയമായിരുന്നു എന്നൊരാൾ ചോദിക്കുന്നത്. ഇതിനാണ് ബാലയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ബന്ധമില്ലാത്ത മെസ്സേജുകൾ ദയവായി അയക്കുന്നത് നിർത്തൂ, നിങ്ങളുടെ ഇടപെടൽ കണ്ടിട്ട് ലജ്ജ തോന്നുന്നു എന്നായിരുന്നു നടൻ പ്രതികരിച്ചത്. എന്നാൽ ബാലയുടെ ഈ മറുപടി ചിലരെ അസ്വസ്ഥരാക്കി. അതോടെയാണ് കമന്റുകൾ കൊണ്ട് ചിലർ ബാലയെ നിശബ്ദർ ആക്കിയത്. കോകിലയുമായുള്ള വിവാഹത്തിന് ശേഷം വൈക്കത്തായിരുന്നു ബാല. അവിടെ മിക്ക പൊതുവേദികളിലും ഭാഗമായിരുന്ന താരം കഴിഞ്ഞ വർഷത്തെ വൈക്കത്ത് അഷ്ടമിക്ക് തൊഴാൻ എത്തിയതും വാർത്തയായിരുന്നു.
എന്നാൽ ഈ കഴിഞ്ഞ അഷ്ടമിക്ക് ബാലയും കോകിലയും കാണാതെ ആയതോടെയാണ് എവിടെയാണ് ഇരുവരും ഇപ്പോൾ നാട്ടിലെ ഇല്ലേ എന്ന ചോദ്യം ഉയർന്നത്. 2010 ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം. എന്നാൽ അമൃതയ്ക്ക് മുൻപ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമൃതയുമായുള്ള വിവാഹമോചന ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനാകുന്നത്. ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാകുകയും വിവാഹിതരാവുകയുമായിരുന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു. ഇതിനുശേഷമായിരുന്നു അമ്മാവന്റെ മകളായ കോകിലയെ ബാല വിവാഹം കഴിക്കുന്നത്. ഇപ്പോൾ കോകിലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല രംഗത്തെത്താറുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.